ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് സെൽഫ് ലവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിക്കണ്ടായി എന്താണ് സെൽഫ് ലവ്, സെൽഫ് ലവിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാമെന്ന് ചോദിക്കണ്ടായി. അപ്പൊ ഇന്ന് അത്രയും മനോഹരമായിട്ടുള്ള സെൽഫ് ലവിനെ കുറിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം, പഠിക്കാം. ഓക്കെ, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പരിഗണിക്കുവാനും ഒരുപാട് സമയം കണ്ടെത്താറുണ്ട്. എന്നാൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ട നമ്മളെ തന്നെയാണ് എന്ന്, അല്ലെ നമ്മളെ തന്നെയാണ് സ്നേഹിക്കേണ്ടതെന്ന് നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്. ശരിയല്ലേ? ഈ സെൽഫ് ലവ് അഥവാ സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരു കാര്യമല്ല, മറിച്ച് ആരോഗ്യകരമായിട്ടും അതുപോലെ സന്തോഷപ്രദമായിട്ടുള്ളതും ഒരു ജീവിതം നയിക്കാനായിട്ടുള്ള അടിസ്ഥാന പടിയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. വരുന്ന കുറച്ച് സമയം ഈ സെഷനിൽ സ്വയം സ്നേഹത്തിന്റെ പലതരത്തിലുള്ള പോയിന്റുകൾ ഞാൻ പറഞ്ഞു പോകും. നിങ്ങൾ കൂടുതൽ വിജയം, കൂടുതൽ സന്തോഷം, സമാധാനം ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവും. ആദ്യമേ പറഞ്ഞോട്ടെ, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. പുതിയ ആൾക്കാരാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെ ഒരുപാട് അതിമനോഹരമായിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് തരങ്ങളിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ധാരാളമായി സഹായിക്കും. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഫ്രീ ക്ലാസ് നടക്കുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് അഫോർമേഷൻസ്, വാട്ടർ ടെക്നിക്, മണി അഫോർമേഷൻസ്, പിന്നെ ഫ്രീ ക്ലാസ്സസ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് കയറിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളെ കമ്മ്യൂണിറ്റിയുമായിട്ട് ആക്സസ് ചെയ്യാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയം സ്നേഹം എന്നാൽ എന്താണെന്നാണ്. വാട്ട് ഈസ് സെൽഫ് ലവ്? അത് നമ്മൾ മനസ്സിലാക്കണം. സ്വയം സ്നേഹിക്കുക എന്നാൽ നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലാണ് സ്വയം സ്നേഹം കുടികൊള്ളുന്നത്. മറ്റുള്ളവർ എന്തോ കണ്ടോട്ടെ, പക്ഷെ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നത് വളരെ വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കാറുണ്ട്. എന്നാൽ സ്വയം സ്നേഹിക്കുന്ന ഒരാൾ മാത്രമേ മറ്റുള്ളവരെയും യഥാർത്ഥമായി സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊരു മാനസികമായിട്ടൊരു അവസ്ഥയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ അർഹിക്കുന്ന ആ ബഹുമാനം ആയിക്കോട്ടെ, സ്നേഹം ആയിക്കോട്ടെ, അത് നാം എങ്ങനെ നമുക്ക് കൊടുക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ അർഹിക്കുന്ന ബഹുമാനം, നമ്മൾ അർഹിക്കുന്ന സ്നേഹം നമുക്ക് തന്നെ കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ ആദ്യം എടുക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം പറയാം. നിങ്ങളെ തന്നെ പൂർണ്ണമായി അംഗീകരിക്കുക. അക്സെപ്റ്റ് യുവർ സെൽഫ് ഫുള്ളി. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലോകത്തിൽ ഈ പൂർണ്ണത ആയിട്ടുള്ള ഒരാളും ഇല്ല. ഒരു വ്യക്തിയും ഭൂമിയിൽ പൂർണ്ണതയായിട്ടുള്ള, ഫിനിഷ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പൂർണ്ണമായുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ആരും തന്നെ ഇല്ല. എല്ലാവർക്കും എല്ലാവരുടേതായ പരിമിതികളൊക്കെ ഉണ്ടാവും. സോ അപ്പൊ എല്ലാവർക്കും അവരുടേതായ കുറവുകൾ ഉണ്ടാവും, പോരായ്മകൾ ഉണ്ടാവും. എന്നാൽ ഈ കുറവുകളുടെ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്നിടത്തോളം, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ടോ, അപ്പോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ആ ഒരു യാഥാർത്ഥ്യ ബോധം, മാറ്റം അവിടെ നിന്നായിരിക്കും നമുക്ക് തുടങ്ങുന്നത്. നിങ്ങളുടെ നിറം, രൂപം, നിങ്ങളുടെ കഴിവുകൾ എന്നിവയെല്ലാം നിങ്ങളുടെ മാത്രമായ പ്രത്യേകതകളാണ്. അത് എന്നാണോ നിങ്ങൾ അത് കാണുന്നത് അന്ന് മുതലായിരിക്കും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്. അപ്പം സ്വയം വിമർശിക്കുന്ന ആ ഒരു അവസ്ഥ നിർത്തിയിട്ട് സ്വന്തം പോരായ്മകളെ ഒരു പുഞ്ചിരിയോടെ അംഗീകരിക്കാനായിട്ട് പഠിക്കുമ്പോൾ മനസ്സിന് വലിയൊരു ആശ്വാസം ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മാറ്റങ്ങൾ കഴിയുന്ന കാര്യങ്ങളെ നമ്മൾ നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ അതൊക്കെ നോക്കുക. ആ കാര്യങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതോടൊപ്പം
മാറ്റാൻ കഴിയാത്തവയെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നത് പുതിയ കാര്യങ്ങൾ ഉപയോഗിച്ച്, പുതിയ സ്കില്ല്, പുതിയ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് മാറ്റിക്കോളൂ. ദാറ്റ്സ് ഗുഡ്, മാറ്റിക്കോളൂ. ഒപ്പം മാറ്റാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അതിനെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യാം. അക്സെപ്റ്റ് യുവർ സെൽഫ് ഫുള്ളി. അക്സെപ്റ്റ് യുവർ സെൽഫ് ഫുള്ളി. നിങ്ങൾക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? സോ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. മൂന്നാമത്തെ മെയിൻ പ്രധാനപ്പെട്ട കാര്യമാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ആരോഗ്യം, ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽ ബീയിങ്. അതും വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അത് ബന്ധപ്പെട്ട് കിടക്കുക. നല്ല ഭക്ഷണം കഴിക്കുക, കൃത്യമായിട്ട് ഉറങ്ങുക, വ്യായാമം ചെയ്യുക എന്നിവയൊക്കെ സ്വയം സ്നേഹിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിന് എന്ത് വേണമെന്ന് ശ്രദ്ധിക്കുകയും അതിനു വേണ്ട പരിചരണം നൽകുകയും ചെയ്യുക. ഓക്കെ, ഇതെല്ലാം സെൽഫ് ലവിന്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. മാനസികാരോഗ്യം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത്. അമിതമായ സമ്മർദ്ദങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനും മനസ്സിന് ശാന്തി നൽകുന്ന വിനോദങ്ങൾ ഏർപ്പെടാനും സമയം കണ്ടെത്തിയേ പറ്റുള്ള, വേറെ വഴിയില്ല. സമയം കണ്ടെത്തിയേ പറ്റൂ. അത് മാനസികമായിട്ടുള്ള ഒരു ശാന്തിക്ക്, ഒരു വിനോദം എന്താണ് വേണ്ടേ, അതിന് സമയം കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ പാർക്കിൽ പോകുന്നതായിരിക്കാം, ചില സിനിമ കാണുന്നതായിരിക്കാം, ചില കുറച്ച് നേരം പാട്ട് കേൾക്കുന്നതായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തിനോടൊപ്പം സംസാരിക്കുന്നതാവാം. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് സ്വയം സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. റിപ്പീറ്റ് ചെയ്യുന്നു, ശ്രദ്ധിച്ചേക്കാം. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പല സാഹചര്യം, പല കാര്യങ്ങളുണ്ടാവും. അവിടെ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് സ്വയം തീരുമാനം എടുക്കുക. അതും സ്വയം സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. സോ മെയിൻലി നമ്മളിപ്പോ പ്രധാനമായും കവർ ചെയ്ത രണ്ട് മെയിൻ ടോപ്പിക്, നിങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുക, അക്സെപ്റ്റ് യുവർ സെൽഫ്. സ്വയം സ്നേഹം എന്നാൽ എന്താണ് നമ്മൾ നോക്കി. മൂന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ആരോഗ്യകരമായിട്ടുള്ള അതിരുകൾ നിശ്ചയിക്കുന്നത്, സെറ്റിംഗ് ഹെൽത്തി ബൗണ്ടറീസ്. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. സോ നോ എന്ന് പറയാൻ പഠിക്കുക എന്നത് ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ സമയവും ഊർജവും അനാവശ്യമായിട്ട് ചെലവാക്കാതിരിക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളോട് സ്നേഹത്തോടെ തന്നെ ഇല്ല എന്ന് പറയാനായിട്ട് ശീലിക്കണം നമ്മൾ. അതുകൊണ്ട് സെറ്റിംഗ് ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിരുകൾ നിശ്ചയിക്കുന്നത് മറ്റുള്ളവരെ അകറ്റാനല്ല, മനസ്സിലാക്ക്, മറിച്ച് നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളുടെ സമയത്തിനും താല്പര്യങ്ങൾക്കും വിലയുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കൂടെ ഒരു തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ബൗണ്ടറീസ്, അതിരുകൾ. നിങ്ങൾ ധാരാളമായി സഹായിക്കും. സോ സെറ്റ് എ ഹെൽത്തി ബൗണ്ടറീസ്. നാലാമത്തെ മെയിൻ കാരണം വേറൊരു കാര്യം, റിമൂവിങ് നെഗറ്റീവ് തോട്ട്സ്. നിങ്ങൾക്ക് വേദന നൽകുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള മോശമായിട്ടുള്ള ചിന്തകൾ അതിനെ അകറ്റി നിർത്തണം. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ തന്നെ വിമർശിക്കുന്ന ഒരു ശബ്ദമുണ്ട്, എനിക്ക് ഒന്നിനും കഴിയില്ല, ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് തുടങ്ങിയ ചിന്തകൾ സ്വയം സ്നേഹത്തിന് വലിയ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ തിരിച്ചറിയുകയും അവയെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുകയും പകരുകയും ചെയ്യുക. ഓരോ ദിവസവും തുടങ്ങുമ്പോൾ നിങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയുക. ആ കണ്ണാടിയിൽ മുന്നിൽ നിന്ന് നിങ്ങളുടെ നല്ല ഗുണങ്ങളെക്കുറിച്ചും നല്ല ഓർമ്മകളെയും നല്ല നല്ല നിമിഷങ്ങളെയും കുറിച്ച് ഓർത്ത് അഭിനന്ദനങ്ങൾ അറിയിക്കുക, അഭിനന്ദനങ്ങൾ ചെയ്യുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ തോതിലൊരു വ്യത്യാസം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അഞ്ചാമത്തത്, റെക്കഗ്നൈസ് യുവർ സ്ട്രെങ്ത്. സ്വന്തം കഴിവുകളെ തിരിച്ചറിയുക. ഓരോ മനുഷ്യനും അവരുടേതായ പ്രത്യേക കഴിവുകളുണ്ട്, അത് ഒളിഞ്ഞുകിടപ്പുണ്ട്. മറ്റുള്ളവരുമായി നിങ്ങളുടെ അവസ്ഥ താരതമ്യം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വെറുതെ ആവശ്യമില്ലാതെ നെഗറ്റീവ് ആവണ്ട. പക്ഷെ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പല അമേസിംഗ് ആയിട്ടുള്ള കഴിവുകൾ പലതും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്.
തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. അപ്പോ നിങ്ങളുടെ ആ നേട്ടങ്ങളെ മനസ്സിലാക്കുക. അത് എത്ര ചെറുതാണേലും അത് ആഘോഷിക്കാനായിട്ട് പഠിക്കണം. ഓരോ ചെറിയ വിജയവും നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഓരോ ചെറിയ വിജയവും നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ആ വിജയങ്ങളെ ഓർത്ത് നിങ്ങൾ എത്രമാത്രം അഭിനന്ദിക്കുന്നോ, എത്രമാത്രം അഭിമാനിക്കുന്നോ, അതെല്ലാം സ്വയം സ്നേഹം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്വയം സ്നേഹം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു കൊണ്ടേയിരിക്കും. ക്ലിയർ? ആറാമത്തത്, നിങ്ങളോട് തന്നെ ക്ഷമിക്കാൻ പഠിക്കുക. ലേൺ ടു ഫോർഗീവ് യുവർസെൽഫ്. തെറ്റുകൾ സംഭവിക്കും, നമ്മൾ മനുഷ്യരാണ്. ഓക്കെ, മനുഷ്യ സഹജമാണ് തെറ്റുകൾ സംഭവിക്കുന്നത്. പഴയ കാലത്ത് സംഭവിച്ച തെറ്റുകൾ, അത് പരാജയങ്ങളായിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, ഓർത്ത് എപ്പോഴും ദുഃഖിച്ചിരിക്കാതെ, ഓക്കെ, എപ്പോഴും ദുഃഖിച്ച് കഴിഞ്ഞത് കഴിഞ്ഞു. മറ്റൊരാൾ തെറ്റ് ചെയ്യുമ്പോൾ നാം ക്ഷമിക്കുന്നത് പോലെ സ്വന്തം തെറ്റുകൾ സംഭവിക്കുമ്പോഴും ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞ കാലം ഒരു പാഠമായി മാത്രം കാണുക. അവിടെ സംഭവിച്ച വിട്ടുവീഴ്ചകളിൽ, അവിടെ സംഭവിച്ച വീഴ്ചകളിൽ നിന്ന് എന്ത് പഠിക്കാൻ കഴിഞ്ഞു എന്ന് സ്വയം ചോദിക്കുക. അത് മാത്രം എടുക്കുക, മുന്നോട്ട് പോവുക. സ്വയം കുറ്റപ്പെടുന്നത് നിർത്തി പുതിയൊരു തുടക്കത്തിനായിട്ട് നിങ്ങളെ തന്നെ ഒരുക്കണം. പുതിയൊരു തുടക്കത്തിന് നിങ്ങളെ തന്നെ ഒരുക്കണം. സോ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുക. ഏഴാമത്തെ പോയിന്റ്, ഫൈൻഡിങ് ജോയ് ഇൻ ലിറ്റിൽ തിങ്സ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ആൾക്കാർക്ക് സംഭവിക്കുന്ന വലിയൊരു തെറ്റാണ്. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവും മാത്രമേ സന്തോഷിക്കുള്ളൂ, മാത്രമേ സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഒരു ഉള്ളിലൊരു സംഭവമുണ്ട്. നല്ലൊരു ചായ കുടിക്കുമ്പോൾ, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുമ്പോൾ, പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുമ്പോൾ ഒക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റും. ഇതിനായിട്ട് ദിവസം കുറച്ച് സമയം മാറ്റിവെച്ചാൽ മാത്രം മതി. അതുകൊണ്ട് നിങ്ങളുടെ ഹോബികൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ, അതിനൊക്കെ സമയം കണ്ടെത്തുക. സ്വയം സ്നേഹത്തിന്റെ ഒരു രീതിയും കൂടെയാണ് ഹോബീസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഹോബീസിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ഉന്മേഷം നൽകാനായിട്ട് ഈ ഹോബീസ് സഹായിക്കും. ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനായിട്ട് ഊർജം പകർന്നു തരുന്നത് പോലും ഇവയാണ്. ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ സ്വയം സ്നേഹം സ്വാർത്ഥതയാണോ? കുറെ ആൾക്കാർ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്വയം സ്നേഹം സ്വാർത്ഥതയാണോ? പലർക്കും തോന്നുന്ന ഒരു സംശയമാണിത്. എന്നാൽ സ്വയം സ്നേഹവും സ്വാർത്ഥതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്വാർത്ഥത മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ നേടുന്നതാണ്. എന്നാൽ സ്വയം സ്നേഹം എന്നാല് നിങ്ങളെ തന്നെ പരിപാലിച്ചുകൊണ്ട് മറ്റുള്ളവർ കൂടുതൽ സ്നേഹം നൽകാനായിട്ട് പ്രാപ്തമാകുന്ന ഒരവസ്ഥയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും അതൊരു സ്വാർത്ഥമായിട്ടൊരു അവസ്ഥയല്ല. ഒരു ഒഴിഞ്ഞ പാത്രത്തിൽ നിന്ന് മറ്റൊരാൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് പറ്റുമോ? കഴിയില്ല. എന്ന് പറയുന്നത് പോലെ തന്നെ സ്വന്തം മനസ്സിൽ സ്നേഹമില്ലാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ യഥാർത്ഥമായി സ്നേഹിക്കുവാനോ സഹായിക്കുവാനോ കഴിയില്ല. അതിനാൽ സ്വയം സ്നേഹിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. സ്വയം സ്നേഹം ഒരിക്കലും ഒരു തെറ്റല്ല. ഇനി കുറെ ആൾക്കാർക്ക് അടുത്തൊരു ഡൗട്ടാണ്, ഈ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാം? പ്രാക്ടീസിൻ്റെ ഡെയിലി ലൈഫ് എങ്ങനെ ഡെയിലി ലൈഫ് പ്രാക്ടീസ് ചെയ്യാം? സ്വയം സ്നേഹിക്കുമ്പോൾ ശ്രദ്ധിച്ചേക്ക, ഈ സ്വയം സ്നേഹിക്കുക എന്നത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല. അതൊരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളോട് സന്തോഷത്തോടു കൂടി പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള പോസിറ്റീവ് ആളുകളുമായിട്ട് സംസാരിക്കുക. ഒരു അടുപ്പം നിലനിർത്തുക. എപ്പോഴും നിങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന, തളർത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഒരു നിശ്ചിത കാലത്തേക്ക് അകലം പാലിക്കുക. നിങ്ങളുടെ ആ ഒരു ജീവിതം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സ്നേഹത്തോടെ മുന്നോട്ട് പോവുക. ഇത് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫ് ലവ് ഡെവലപ്പാകുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഞാൻ നീളി വൈൻഡപ്പ് ചെയ്യുന്നു. സ്വയം സ്നേഹിക്കുക എന്നാൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള യാത്രകളിൽ ഒന്നാണ്.
ഈ കുറച്ച് സമയം സെൽഫ് ലവിനെ പറ്റിയ സെഷൻ എടുത്തപ്പോൾ നിങ്ങൾ എത്ര പേരെ കേട്ടിരുന്നു എന്ന് എനിക്കറിയില്ല, എത്ര പേര് മുഴുവൻ കേട്ടു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നു മുതൽ തന്നെ, ഈ നിമിഷം മുതൽ തന്നെ നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക. നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഒരു സൃഷ്ടിയിലൊന്നാണ്. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ സ്നേഹം, പരിഗണന ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. സോ പുറത്തുള്ള ആൾക്കാരെ ആദ്യം പ്രയോറിറ്റി കൊടുത്ത് സ്നേഹിക്കുന്ന പകരം നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിക്കുക. ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്ന കാണാൻ പറ്റും. Till then, bye bye, take care. Thank you so much for watching my video. ഇതുപോലെ മനോഹരമായിട്ടുള്ള ഓരോ ടോപ്പിക്സുമായിട്ട് ഞാൻ വീണ്ടും വരും. ചാനൽ കമൻറ്റ് ചെയ്തേക്ക്, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന സെഷൻ, എന്തൊക്കെ മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്തേക്ക്. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു. Bye bye, take care, wonderful.